മക്കൾ വണ്ണം വെച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള അമ്മമാർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒന്നാണ് നവര. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും കുട്ടികൾക്ക് നവര യൂസ് ചെയ്തിട്ട് വെയിറ്റ് ഗെയിന് വേണ്ടി കൊടുക്കാവുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതും രുചിയോട് കൂടിയിട്ട് കുട്ടികൾ കഴിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 കാഷ്യൂനട്ട്, 3 ബദാം, അതുപോലെ തന്നെ 2 ഡേറ്റ്സ് കൂടെ എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. വാഷ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളത്തിൽ ഇത് 1-2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ ഡേറ്റ്സിനുള്ളിലെ സീഡ് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ബദാമിൻ്റെ തൊലിയും എടുത്ത് മാറ്റിയതിന് ശേഷം ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം നവരയരി ഒന്ന് പൊടിച്ചെടുക്കണം. നവരയരി പാക്കറ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ കഴുകി വെയിലത്ത് ഉണക്കി എടുത്തിട്ടുള്ള ഈ അരിയാണ് നമ്മളിപ്പോൾ പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. കഴുകി ഉണക്കി വെച്ചിട്ടുള്ള നവര നമുക്ക് മിക്സിയിൽ വളരെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം നമ്മൾ നേരത്തെ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂനട്ടും ഡേറ്റ്സും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നവര പൗഡറിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് നല്ല ലൂസായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ വല്ലാണ്ട് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നവരയുടെ റെസിപ്പീസ് കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നവരപ്പൊടി തിളച്ച് ഒരല്പം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഡേറ്റ്സും കാഷ്യൂനട്ടും ബദാമും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് പതിയെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് ബോയിൽ ചെയ്തോട്ടെ. ഒരുപാട് ടൈമൊന്നും വേണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് നെയ്യ് കൂടെ മിക്സ് ചെയ്യാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ദഹനം സുഖകരമായിരിക്കാനും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം ഡേറ്റ് സിറപ്പോ പനഞ്ചക്കരയോ പനങ്കൽക്കണ്ടമോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ മധുരത്തിൻ്റെ അളവ് പരമാവധി കുറഞ്ഞ രീതിയിൽ കൊടുത്തു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിലെ നേരിയ അളവിൽ മാത്രം മധുരം ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മധുരത്തിനോട് അത്ര പ്രിയം കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ നവരക്കുറുക്ക് പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇളം ചൂടോട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. 8 മന്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. 2-3 വയസ്സുള്ള വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾക്കും നല്ല റിസൾട്ട് തരുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിച്ചൂസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. വീണ്ടും കാണാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട്. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.